എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയത്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് വന്നോ എന്ന്. പിന്നെ 2, 4, 6 സെമസ്റ്റർ ആൻഡ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഏപ്രിലിൽ തന്നെ നടക്കുമോ എന്നും എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നതിന് സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ എക്സാം റിസൾട്ട് എന്ന് വരുമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും സർവകലാശാല പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ മാർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻറ്റേർണൽ മാർക്കിൻ്റെതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഡിലേ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇത്രയും വൈകുന്നത്. അപ്പോൾ അതും കൂടെ ഏതാണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെയോ അല്ലെങ്കിൽ ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ട അടുത്ത ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകും. ഇൻറ്റേർണൽ മാർക്കിൻ്റെതായ ചെറിയൊരു ഇഷ്യൂ മാത്രമാണ് ഇനി ക്ലിയർ ചെയ്യാൻ ബാക്കിയുള്ളത്. ഇനി അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് 2, 4, 6 സെമസ്റ്റർ ആൻഡ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഏപ്രിൽ മാസത്തിൽ നടക്കുമോ എന്നുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ? ഇല്ല, മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നിങ്ങളിതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിലല്ല, മാർച്ച് മാസം 20-ാം തീയതി എന്ത് ചെയ്യും? 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും. അതുപോലെ തന്നെ 2ാം സെമസ്റ്റർ എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളുടെ ഏപ്രിൽ മാസം 2ാം തീയതി പരീക്ഷ ആരംഭിക്കും. അതിനോടൊപ്പം തന്നെയായിരിക്കും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് 20-ന് ആരംഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെ FIUGP-കാരൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും 2ാം സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ. എന്നാൽ 4ാം സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇതുവരെ ഒരു ഡേറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിടാത്തത്. 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കൺഫർമേഷനായ ഡേറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തായാലും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾക്ക് ശേഷവും 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷവും ഒരു ഏപ്രിലിൽ തന്നെ എന്ത് ചെയ്യും? 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഉണ്ടാവും. കാരണം ഏപ്രിൽ 2-നാണ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത്. എങ്ങനെ പോയാലും ഏപ്രിൽ 15 കൂടുതൽ പോവുകയില്ല. എന്നാലും ഏപ്രിൽ മാസം ബാക്കി 15 ദിവസമുണ്ട്. അതിൽ തന്നെ എന്തായാലും 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കും. മെയ് മാസം നിങ്ങൾക്ക് വെക്കേഷൻ ആയിരിക്കും. തീർച്ചയായും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും സഹിതം നിങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ അറിയിപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.